നമസ്തേ. അപ്പോൾ കർക്കിടക മാസം ആരംഭമായില്ലേ? കർക്കിടകം തെറ്റല്ലേ? കർക്കിടകം അല്ല, കർക്കടകം എന്നാണ് അതിൻ്റെ ശരിയായ ഉച്ചാരണ രീതി. അപ്പോൾ ഇത് എന്നെ പോലെ തെറ്റിച്ച് കർക്കിടകം എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് മാറ്റി പറഞ്ഞേക്കണം. അപ്പോൾ ജൂലൈ ഓഗസ്റ്റ് ഇടയിലാണ് നമുക്ക് കർക്കിടക മാസം വരാം. നമ്മുടെ ഒരു കൊല്ലവർഷ അവസാനമാണ്. അപ്പോൾ ഈ ഒരു മാസം ആദിത്യൻ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്ന സമയത്താണ് കർക്കിടക മാസം എന്ന് പറഞ്ഞ് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാസം നമ്മൾ പഞ്ഞമാസം എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ പഞ്ഞമാസം എന്ന് പറയുന്നത്? കാർഷിക മേഖലയിൽ, നമ്മുടെ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന വരുമാനമില്ലാത്ത സമയം ഇതായതുകൊണ്ട് നമ്മളിതിനെ പഞ്ഞമാസം എന്ന് പറയുന്നു. അതേപോലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഹൈന്ദവ ഗൃഹങ്ങളിലും നമ്മൾ രാമായണ മാസമായിട്ട് ആചരിക്കുന്ന ഒരു പുണ്യമാസമാണത്. അപ്പോൾ പ്രധാനുഷ്ഠാനങ്ങളോട് കൂടിയും നമ്മുടെ ആരോഗ്യത്തിനും നമ്മളുടെ ഭക്ഷണ രീതിയിലൊക്കെ നമ്മൾ വ്യത്യസ്തത വരുത്തുന്ന ഒരു സമയമാണ് അല്ലേ? നമ്മൾ കൂടുതൽ ഇലക്കറികൾ കഴിക്കുന്ന ഒരു സമയം എന്ന് പറയാം. പിന്നെ അതേപോലെ തന്നെ മരുന്ന് കഞ്ഞി സേവിക്കുക, അതേപോലെ തന്നെ ഔഷധങ്ങൾ കൂടുതൽ നമ്മൾ ഈ മാസം ഉപയോഗിക്കും. അങ്ങനെയാണല്ലോ ശരിക്കും. കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ കേരളത്തിന്റെ ഒരു കാലാവസ്ഥ അനുസരിച്ച് ഈ ഒരു കർക്കിടക മാസത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികളും നമുക്ക് ഉണ്ടാകുന്നത് ഈ ഒരു മാസത്തിലാണല്ലോ. അപ്പോൾ നമ്മളുടെ ശരീരത്തിനും അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നമ്മൾ വേണ്ടിയിട്ട് കൂടുതൽ ഔഷധപരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമ്മളുടെ ഈ രാമായണ മാസത്തിൽ നമ്മൾ മുക്കുറ്റി ചാർത്താറുണ്ട്. അതൊരു ഔഷധ ഗുണമുള്ള സസ്യമാണ് മുക്കുറ്റി. അതേപോലെ തന്നെ ഒന്നാണ് നമ്മൾ ദശപുഷ്പം ചൂടുക. ധനുമാസത്തിലും നമ്മൾ ദശപുഷ്പം ചൂടാറുണ്ട്. അപ്പോൾ ഈ ദശപുഷ്പത്തിന് ഒത്തിരി ആയുർവേദ രീതിയിലുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഈ ദശപുഷ്പം ചൂടുന്നത് കൊണ്ട് മാത്രമല്ല, നമ്മൾ ആ ചൂടുന്ന ഓരോ പുഷ്പത്തിൻ്റെയും ആരോഗ്യപരമായിട്ടുള്ള, അതായത് ഔഷധ ഗുണം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ നമ്മൾ ഈ ദശപുഷ്പം ചൂടാൻ. അപ്പോൾ എനിക്കറിയാവുന്ന ചെറിയ അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തരികയാണ്. പിന്നെ ഒരു കാര്യം കൂടി, രാമായണ മാസമാണ് വരുന്നത്. എല്ലാവരും രാമായണം വായിക്കണം എന്നൊന്നും ഞാൻ പറയില്ല, കാരണം അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലാണ്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഒരു വിളക്കെങ്കിലും വെക്കുക, ഒരു 5 മിനിറ്റെങ്കിലും ഭഗവാനെ ഒന്ന് സ്മരിക്കുക. അപ്പോൾ അതിന് നമ്മൾക്ക് സാധിക്കും. ഒരു സാധിക്കായിക ഇല്ല. കാരണം നമ്മൾ എത്ര തിരക്കുള്ളവരാണെങ്കിലും, നമ്മൾ ട്രാവൽ ചെയ്യേണ്ട വരുന്നവരാണെങ്കിലും നമ്മൾക്കൊരു 5 മിനിറ്റ് ഒരു പാട്ട് കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു സമയം മതിയല്ലോ. ഒരു ഇത്തിരി നേരം പ്രാർത്ഥനയ്ക്കും കൂടി നിങ്ങൾ മാറ്റി വയ്ക്കണം. അപ്പോൾ ഇനിയും അതൊന്നും സാധിക്കാത്തവരാണെങ്കിൽ 5 മിനിറ്റ് കണ്ടില്ല എന്ന് നടിച്ച് മാറ്റി വയ്ക്കുക, ഭഗവാനെ സ്മരിക്കുക. ഈ പുണ്യമാസത്തിലെങ്കിലും നിങ്ങളതൊന്നും തുടങ്ങാത്തവരാണെങ്കിൽ തുടങ്ങുക. അപ്പോൾ നമസ്തേ.